യെസ് അരുൺ, ഒലവങ്കോട് സ്റ്റേഷനിലാണ്, റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടക്കുന്നത്. മിക്ക എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇപ്പോൾ വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ പോലീസിന്റെ പരിശോധന എങ്ങനെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? സുരേഷ്, ഇപ്പോൾ ഈ കണ്ണൂർ ഭാഗത്തു നിന്നും വരുന്ന എല്ലാ ട്രെയിനുകൾ, കണ്ണൂർ ഭാഗത്തു നിന്ന് മാത്രമല്ല ഈ ഷൊർണൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന എല്ലാ ട്രെയിനുകളിലുമാണ് പരിശോധന നടക്കുന്നത്. പോലീസിൻ്റെ നിരവധി സംഘങ്ങളാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതായത് ഈ ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി എന്ന പ്രതി പ്രധാനമായും രക്ഷപ്പെടാനുള്ള സാധ്യത അത് ട്രെയിൻ മാർഗമാണ് എന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. കാരണം എന്നാൽ നമുക്കറിയാം ഈ തമിഴ്നാട്ടിലേക്ക് മറ്റോ കടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഈ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും പറ്റിയ ഒരു യാത്രാ മാർഗം എന്നുള്ളത് അത് ട്രെയിൻ തന്നെയായിരിക്കും എന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അത് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിലുള്ള യാത്രക്കാരെ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പല യാത്രക്കാരെ കൊണ്ടും മറ്റുമൊക്കെ ഈ പ്രതിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇത്തരം ഒരാളെ എവിടെയെങ്കിലും കണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ചോദിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും പോലീസിൻ്റെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ സാധിക്കുന്നത്. ഓരോ ട്രെയിനുകളും ഇതുവഴി കടന്നു വരുന്ന ഓരോ ട്രെയിനുകളും കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന. ഒപ്പം ഈ റെയിൽവേ സ്റ്റേഷനിലുള്ള ചെറിയ കടകളിലും മറ്റുമൊക്കെ കയറി അവിടെ ഈ ഫോട്ടോ കാണിച്ചൊക്കെ പോലീസ് ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു പ്രതിയെ കണ്ടിരുന്നോ, ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ മറ്റോ കണ്ടിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് ചോദിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിക്കാം, സാറേ ഏത് തരത്തിലുള്ള പരിശോധനയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തുന്നത്? റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കണ്ണൂർ ഭാഗത്തു നിന്ന് വരാനുള്ള സാധ്യതയുള്ള എല്ലാ ട്രെയിനുകളും, അല്ലാതെ ഇവിടെ മറ്റ് ഷൊർണൂരിൽ നിന്ന് വരുന്ന ട്രെയിനുകളും മറ്റ് എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനുകളും ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും പരിശോധിക്കുന്നുണ്ട്. ഈ യാത്രക്കാരോടും അതുപോലെ തന്നെ കടകമ്പോളങ്ങളിലേക്ക് ഫോട്ടോ കാണിച്ചും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഓട്ടോക്കാരടുത്തും മറ്റ് വാഹനക്കാരടുത്തും മറ്റ് വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഓട്ടോക്കാരടുത്ത് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്, പല വണ്ടിക്കാരത്തും കൊടുത്തിട്ടുണ്ട്, പരിശോധിക്കുന്നുണ്ട്. എത്ര ദിവസത്തിലാണ് ഈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ? കൃത്യമായിട്ട് എല്ലാ ജില്ലയിലെ ഒട്ടുമിക്ക സ്റ്റേഷനിലെയും കൺട്രോൾ റൂമിലെയും പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ട്. അതുതന്നെയാണ് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും മറ്റുമൊക്കെ ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ പരിശോധന പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രതി റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ മാർഗം രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും നമുക്കറിയാം ഈ കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു ആ 2011 ഫെബ്രുവരി 1-ാം തീയതി നടന്നത്. ഈ ഗോവിന്ദച്ചാമി എന്ന ഒറ്റക്കയ്യനായിട്ടുള്ള വ്യക്തി സൗമ്യ എന്നുള്ള കൊച്ചിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവതിയെ അതിക്രൂരമായിട്ടാണ് അന്ന് പീഡിപ്പിച്ചത്. അത്തരത്തിലൊരു പീഡനം നടത്തി ആ പീഡന കേസ് കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു. ഏതായാലും അതിനുശേഷം ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വേണം എന്നുള്ളത് പ്രധാന ആവശ്യമായിട്ട് സമൂഹത്തിൽ നിന്നും വലിയ രീതിയിൽ ഉയർന്ന സംഭവമാണ്. അങ്ങനെ വധശിക്ഷ വേണമെന്നുള്ള മുറവിളിയും മറ്റുമൊക്കെ ഉയർന്നെങ്കിൽ പോലും പിന്നീട് വധശിക്ഷ കോടതി പറയുകയും ചെയ്തു. പക്ഷേ അതിൽ ഇളവ് ലഭിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇത്രയും അതീവ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്നും പ്രതി ഇത്തരത്തിൽ ചാടി പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് വളരെ ഞെട്ടൽ ഉളവാക്കുന്ന കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ സെൻട്രൽ ജയിൽ പോലും ഇത്തരത്തിൽ ഇത്രയേ സുരക്ഷയുള്ളൂ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രയും വളരെ അതീവ സുരക്ഷയിലാണ് അവിടെ കഴിയുന്നത്. ഈ പ്രതിക്ക് യാതൊരു തരത്തിലുള്ള ഇളവുകളുമില്ലാതെ കൃത്യമായി അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഈ കൊടും കുറ്റവാളി ജയിൽ ചാടിയിരിക്കുന്നത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളിലും അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപക പരിശോധനയാണ്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പോൾ അരുൺ ആലത്തൂർ വിശദാംശങ്ങൾ നൽകിയത്.